الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും നിരോധനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശവ്വാൽ മാസം ഏകദേശം നമ്മിൽ നിന്നും വിട പറഞ്ഞു. അടുത്ത് കടന്നു വരാനുള്ളത് ദുൽഖഅദയാണ്. നമ്മുടെ നാടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവിടെ എത്താൻ മഹാഭാഗ്യം സിദ്ധിക്കുന്ന മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് ഒരു മാതാവ് മകന് ജന്മം നൽകുമ്പോൾ എപ്രകാരമാണോ പാപത്തിൽ നിന്നും മുക്തനാകുന്നത്, അതേ പ്രകാരം പാപങ്ങളിൽ നിന്നും മുക്തരായി അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു വന്നു തഖ്വയോടെ ജീവിക്കാൻ അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് നമുക്കറിയാം. അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് മാത്രമാണ്. അതിന് നമുക്കവൻ ചെയ്തു തരേണ്ടതെല്ലാം അവൻ നൽകിയിട്ടുണ്ട്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു നമുക്ക്
സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവൻ നമുക്ക് നൽകി. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം മറന്നു പോകാതെ അള്ളാഹുവിനുള്ള ആരാധനകൾ ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും, അത് റമദാനെന്നോ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ സമയത്തെന്നോ അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങളിലെന്നോ അല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമായിരിക്കണം നാം ജീവിക്കേണ്ടത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഇതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, മുഅ്മിനുകളെ നിങ്ങൾ പൂർണ്ണമായി മുസ്ലിങ്ങളാകണം എന്ന് അള്ളാഹു പറഞ്ഞതിൽ നിന്നും ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിൻ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്നുമൊക്കെ അള്ളാഹു പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ല ഇബാദത്ത്. നമ്മുടെ എല്ലാ മേഖലകളിലും ഇബാദത്തിലായിരിക്കണം. ഇബാദത്തല്ലാത്ത, ആരാധനയല്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നിലേക്കും നാം പ്രവേശിക്കരുത്, നാം പോകരുത്. നമ്മളെന്ന് മാത്രമല്ല, നാമുമായി സഹവസിക്കുന്നവരും നാമുമായി ബന്ധപ്പെടുന്നവരും അതിനുള്ള ഉപദേശങ്ങൾ നാം അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കണം. റമദാനിലെ നാം നോമ്പനുഷ്ഠിച്ചു അല്ലെങ്കിൽ ജുമാ നിസ്കരിച്ചു, അതിൻ്റെ എല്ലാത്തിൻ്റെയും നെയ്യത്ത് ആ ഒരു സമയത്ത് മാത്രം എന്നല്ല, മറിച്ച് അത് മുഴുവൻ സമയങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലുമാണ്. ഇതിന് വിപരീതമായി നമ്മിൽ നിന്നും പല കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നല്ല, ഭൂരിഭാഗം സമയങ്ങളിലും. അത് പാടില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പല പ്രാവശ്യവും പല ഘട്ടങ്ങളിലുമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും നാം സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെയോ കൽപ്പനയ്ക്ക് വിരുദ്ധമായതൊന്നും ചെയ്യാതിരിക്കാൻ നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഇതിന് വിപരീതമായി വരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു ഒരു കൊച്ചു സൂറത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. അൽഹാക്കുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാക്കും അത്തക്കാസുർ, നിങ്ങളുടെ സമ്പത്തിനോടുള്ള, നിങ്ങളുടെ മക്കളോടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടങ്ങളോടുള്ള, നിങ്ങളുടെ രാഷ്ട്രീയത്തോടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു മേഖലകളിലുള്ള നിങ്ങളുടെ പെരുമതടിക്കലും നിങ്ങളുടെ പൊങ്ങച്ചവും നിങ്ങളുടെ വ്യാപൃതരാകലുമെല്ലാം അള്ളാഹുവിനെയും പരലോകത്തെയും നിങ്ങൾ ഓർക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിൽ നിന്നും നിങ്ങളെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു, ജോലിയാക്കിയിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഈ ആക്കിയത് ഏതെല്ലാം മേഖലകളിലാണ്? ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും. ബഹുഭൂരിഭാഗം ആളുകളും സമ്പത്തിനോടുള്ള അത്യാർത്തി കൊണ്ട്, അതുപോലെ തന്നെ അവൻ്റെ കച്ചവടത്തിനോടുള്ള അത്യാർത്തി കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മറ്റു ഇതര സൗകര്യങ്ങളോടുള്ള, അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയത്തോടുള്ള അമിതമായ പ്രേമവും സ്നേഹവും കാരണം അവന് മിക്ക സമയങ്ങളിലും അള്ളാഹുവിനെയും ആഖിറത്തിനെയും അവൻ മറന്നു കളഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൂടുതൽ സമയവും നശിപ്പിക്കുന്നത്, ചെലവഴിക്കുന്നത് എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കി, നിങ്ങളെ അശ്രദ്ധരാക്കി, നിങ്ങളെ വഴിതിരിച്ചു വിട്ടു. അത്തക്കാഫുർ, നിങ്ങളുടെ ഓരോ വസ്തുക്കളോടുമുള്ള നിങ്ങളുടെ പെരുമ നടിക്കലും നിങ്ങളുടെ അഹംഭാവവുമെല്ലാം.
ഹത്താ സുർത്തുമുൽ മഖാബിർ, അങ്ങനെ ഏതുവരെയാണ് നിങ്ങളുടെ യാത്ര നിങ്ങൾ തുടരുന്നത്? ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും തിരിച്ചു പോരാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾ അതിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അള്ളാഹു പറയുന്നു അതിൻ്റെ അറ്റം ഏതുവരെയാണ്? ഹത്താ സുർത്തും അൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ. അതായത് ജീവിച്ചിരിക്കുന്നയാൾ ഖബർ സന്ദർശിക്കുന്നതിനെ പറ്റി അല്ല അള്ളാഹു ഇവിടെ പറഞ്ഞത്, നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ. ജീവിച്ചിരിക്കുന്ന നാം ഒരുപാട് പ്രാവശ്യം ഖബർ സന്ദർശനം നടത്താറുണ്ട്. പക്ഷെ അതിൻ്റെ ലക്ഷ്യങ്ങളോ അതിൻ്റെ ഉദ്ദേശങ്ങളോ അതിൻ്റെ ആത്മാവോ ഈ ഖബർ സന്ദർശിക്കുന്ന നമ്മിലേക്ക് കടന്നു വരാറില്ല. നമ്മുടെ ബന്ധപ്പെട്ടവരും നമ്മുടെ സ്നേഹിതന്മാരും ഒക്കെ മരണപ്പെടുമ്പോൾ നാം ഖബറിൻ്റെ അടുക്കൽ പോകുന്നു, അല്ലാതെയും നാം ഖബറിനടുക്കൽ പോകുന്നു. നബി പറഞ്ഞതുപോലെ നിങ്ങൾ ഖബർ സന്ദർശിക്കുക. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങളോട് മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യ സമയത്ത് ഖബർ സന്ദർശനം ഞാൻ നിരോധിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് അനുവദിക്കുകയാണ്. നിങ്ങൾ സന്ദർശിക്കൂ, കാരണം അത് നിങ്ങളെ ആഖിറത്തിനെ സംബന്ധിച്ച് ഓർമ്മ വരാനും അത് മുഖേന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധാർമികതകളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നല്ലൊരു മുസ്ലിമായി മാറാൻ അത് വഴിവച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ സന്ദർശിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു പറഞ്ഞ ഹത്താ സുർത്തുമൽ മഖാബിർ എന്നത് അതല്ല. ജീവിച്ചിരിക്കുന്നവനല്ല, നിങ്ങൾ മരിച്ച് ഖബറിൽ ചെല്ലുന്നതുവരെയും നിങ്ങൾക്ക് ആഖിറത്തിനെ ഓർക്കാൻ നേരമില്ല. നിങ്ങളുടെ സമയങ്ങളിൽ ബഹുഭൂരിഭാഗവും അല്ല മുഴുവനും, അത് ഏത് മേഖലകളിലാകട്ടെ, നിങ്ങൾ ആ മേഖലയിൽ മാത്രം ചെലവഴിച്ച് ആഖിറത്തിനെ നിങ്ങൾ മറന്നു കളയുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പോരാ, തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും, നിങ്ങളുടെ 2 കണ്ണ് കൊണ്ട് തന്നെ അവകളെ കാണും എന്ന് അള്ളാഹു ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ. ഒരു കൊച്ചു സൂറത്താണ്, ഇതിനെപ്പറ്റി മാത്രമാണ് റബ്ബതിൽ പറയുന്നത്. അപ്പൊ എത്രത്തോളം നാം അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദീനിൽ നിന്നും പരലോക സ്മരണയിൽ നിന്നും നാം ഒഴിഞ്ഞ് ഇവിടെ ജീവിക്കുന്നു എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഐഹിക ലോകത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രേമവും നിങ്ങളുടെ ഭ്രമവും നിങ്ങളെ മരിച്ച് മണ്ണിൽ കൊണ്ടുപോയി വയ്ക്കുന്നതുവരെ നിങ്ങളെ ജോലിയാക്കി കളഞ്ഞു, നിങ്ങളെ നന്മയിൽ നിന്നും വഴിതിരിച്ചു വിട്ടു എന്ന് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ മടങ്ങി വരണം. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഈ 3 ഏകദേശം അള്ളാഹു ഒരേ നിലയിലുള്ള അർത്ഥങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വേണ്ട, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഖിറത്തിൽ നിന്നും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞ, നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, ആ നിലയിൽ നിങ്ങൾ തുടർന്നിരുന്നാൽ തീർച്ചയായും നിങ്ങൾ ജഹന്നവും ജഹീമും നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങൾ അറിയുകയും തന്നെ ചെയ്യും. ഒരു മുന്നറിയിപ്പായി നിങ്ങൾ ഇത് ഉൾക്കൊള്ളണമെന്ന് അള്ളാഹു ഈ അധ്യായത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളോട് കൃത്യമായി ക്വസ്റ്റ്യൻ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നൽകിയ കേൾവി, നിങ്ങൾക്ക് ലഭിച്ച കാഴ്ച, നിങ്ങൾക്ക് ലഭിച്ച ഹൃദയം, നിങ്ങൾക്ക് കിട്ടിയ ആരോഗ്യം, നിങ്ങൾക്ക് കിട്ടിയ ഒഴിവ് സമയം, നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങളുടെ വയറ് നിറയുന്ന അവസ്ഥ,
നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂടിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ, ശമനം കിട്ടാൻ നിങ്ങൾ അനുഭവിക്കുന്ന തണൽ, അത് മരത്തണലാണെങ്കിലും AC ആണെങ്കിലും, നിങ്ങൾ തണുപ്പിച്ചു കുടിക്കുന്ന വെള്ളം, നിങ്ങൾ കഴിക്കുന്ന എല്ലാത്തിനെ പറ്റിയും അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച്, നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ഇണകളെ സംബന്ധിച്ചെല്ലാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, മാ അജ്ലസകുമാ ഹാഹുന, എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു പോയത്? ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, അൽജൂഅ്, വിശപ്പാണ്, കഴിക്കാനൊന്നുമില്ല. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരവസ്ഥ വന്നിട്ടില്ല. ആരാണവർ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 2 മഹാപുണ്യാത്മാക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോശന്മാർ, ഇസ്ലാമിൻ്റെ 1ാമത്തെയും 2ാമത്തെയും ഉത്തരാധികാരികൾ, അമീറുൽ മുഅ്മിനീൻ എന്ന് ലോകം വിശേഷിപ്പിച്ച മഹാമനുഷ്യൻ. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെ ഈമാൻ ഒരു തട്ടിലും മറ്റുള്ളവരുടേത് ഒരു തട്ടിലും വച്ചു. അബൂബക്കറിന്റെ ഈമാൻ ഒരു തട്ടിലും ഭൂമിയിലുള്ള മുഴുവൻ മുഅ്മിനുകളുടെ ഈമാൻ ഒരു തട്ടിലും വച്ചാൽ അബൂബക്കറിൻ്റേത് മുൻതൂക്കം വരുമെന്ന് വിശേഷിപ്പിച്ച പുണ്യാത്മാവ്. എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകൽ അനുവദനീയമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് റസൂല് വിശേഷിപ്പിച്ച പുണ്യാത്മാവ്. ഇവർ രണ്ടുപേരും ഇരുന്നു പോയത് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട്, ഭക്ഷിക്കാൻ വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥ. റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അഖ്റജനി ഗൈറുഹു, എന്നെയും പുറത്തേക്ക് കൊണ്ടുവന്നത് ഇതല്ലാതെ വേറൊന്നുമല്ല. ലോകത്തിൻ്റെ നേതാവും വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ 3 പേരും വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തു വരുമ്പോൾ ഇവർ 3 പേരും പരസ്പരം കണ്ടുമുട്ടി കാര്യങ്ങൾ തിരക്കി. ശേഷം റസൂല് പറഞ്ഞു, ഇൻതലിഖു ബിനാ ഇലാ അബിൽ ഹയ്യം ഇലാ അബിൽ ഹൈസം ഇബ്നു തയ്യിഹാൻ, നമുക്ക് അബുൽ ഹൈസമിൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ 3 പേരും അവിടെ ചെന്നു. ഫജാഅ ബിഖിൻവിൻ, അദ്ദേഹം ഒരു പഴുത്ത മുന്തിരിക്കൊല കൊണ്ടുവന്ന് ഈ പുണ്യാത്മാക്കൾക്ക് തിന്നാൻ കൊടുത്തു. ഫഅകലു വശരിബു, അവരെ തിന്നു, കൊടുത്ത വെള്ളവും കുടിച്ചു. ഫലമ്മ ഫറഗ ഖാല മിനൻ നിഅമില്ലദീ അൻതും തുസ്അലൂന അൻതും ഫീഹി മസ്ഊലൂൻ. ഈ മുന്തിരിക്കൊലയും ആ വെള്ളവും കഴിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കഴിച്ച മുന്തിരിയെ സംബന്ധിച്ചും നാം കുടിച്ച ഈ വെള്ളത്തെ പറ്റിയും, അതായത് നമുക്ക് ദാഹവും വിശപ്പും ഇപ്പോൾ മാറിയല്ലോ, ഈ അവസ്ഥയെ പറ്റിയും മസ്ഊലൂന അൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. ഹാദൽ ദില്ലുൽ ബാരിദ് വറതബുൽ ബാരിദ് വൽ മാഉൽ ബാരിദ്, നാം കുടിച്ച ഈ തണുത്ത വെള്ളം, നാം കഴിച്ച ഈ തണുത്ത മുന്തിരി, നാം അനുഭവിച്ച ഈ നിഴൽ. മനുഷ്യന് അത്യാവശ്യവും അള്ളാഹു അനുവദിച്ചതും ആയിട്ട് കൂടി അള്ളാന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2 പുണ്യാത്മാക്കളും കഴിച്ച ആ ഭക്ഷണത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിച്ചവരെ, ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ ഭൂമിയിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും, നമുക്കിപ്പോൾ ചെറിയൊരു ചൂട് വന്നിട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ അസ്വസ്ഥതകളും പുകച്ചലുമാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അവൻ നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം
അവൻ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പ്രവൃത്തി പദത്തിലൂടെ ചെറിയ ഒരു കൊലം മുന്തിരി കഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഈ AC-യെ പറ്റിയും ഈ തണലിനെ പറ്റിയും ഈ കൂളറിലുള്ള വെള്ളത്തെപ്പറ്റിയും കൂജയിലുള്ള വെള്ളത്തെപ്പറ്റിയും നമ്മുടെ പോക്കറ്റിലുള്ള സമ്പത്തിനെ പറ്റിയും നമുക്ക് അള്ളാഹു നൽകിയ വീടിനെ പറ്റിയും വാഹനത്തെ പറ്റിയും ഒക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ഓർമ്മയും ഒരു ബോധവും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അത് നിലനിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ ഒരു സമയം പോലും മാറ്റിവെക്കാനോ അതിൽ നിന്നും മാറിപ്പോകാനോ ഒരിക്കലും നമുക്ക് കഴിയുമായിരുന്നില്ല. എത്രയെത്ര ഉപദേശങ്ങളും കൽപ്പനകളും നിരോധനകളുമാണ് നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു ചെവി കൊണ്ടത് കേട്ട് മറ്റൊരു ചെവി കൊണ്ട് നാം അതിനെ തള്ളിക്കളയുന്നു എന്നല്ലാതെ വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, പടച്ച തമ്പുരാനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദി അർപ്പിക്കൂ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ നാം ഉൾക്കൊള്ളുമായിരുന്നു. അങ്ങനെ ഉൾക്കൊള്ളുമായിരുന്നു എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് റമദാനും മറ്റിതര മാസങ്ങളുമെല്ലാം വരുമ്പോൾ നമുക്ക് ആത്മീയത വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായി അത് മാറുമായിരുന്നു. എത്ര റമദാൻ വന്നിട്ട് എന്താ കാര്യം, എത്ര ഹജ്ജ് വന്നിട്ട് എന്താ കാര്യം, ഹജ്ജിൻ്റെ മാസങ്ങൾ എത്ര വന്നിട്ട് എന്താ കാര്യം, നമ്മുടെ ജീവിതം ആ പഴയതുപോലെ തന്നെ. അള്ളാഹു പറഞ്ഞത് എത്രയോ സത്യമാണ്. അൽഹാക്കും അത്തകാഫുറു ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നതുവരെ, ഖബർ നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ നിങ്ങളെ ഐഹിക ലോകത്തുള്ള നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ കെട്ടുപാടുകളും സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ദീനിൽ നിന്നും ആഖിറത്തിൽ നിന്നും നിങ്ങളെ തിരിച്ചു കളഞ്ഞു, നിങ്ങളെ ജോലിയാക്കി കളഞ്ഞു എന്ന് അള്ളാഹു പറഞ്ഞത് എത്രയോ സത്യമാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾക്ക് നീര് കെട്ടുന്ന അവസ്ഥ വരുന്നത് വരെയും മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പ് നൽകി എന്ന് വിശേഷിപ്പിച്ച പുന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ സമയങ്ങളിൽ കുറെ സമയം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുമായിരുന്നു. കൂടെയുള്ള ഭാര്യ പോലും ഒരിക്കൽ ചോദിച്ചു പോയി, എന്തിനാണ് നബിയെ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? നബി കൊടുത്ത മറുപടി, എനിക്ക് അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാകണ്ടയോ എന്നായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. ആ നബിക്ക് ചെയ്ത് തന്നതുപോലെ തന്നെ നമുക്കും നൽകിയിട്ടില്ലേ? എത്രയെത്രയോ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു വേള പറഞ്ഞാൽ അന്നത്തേക്കാൾ കൂടുതൽ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഇന്നല്ലേ വർദ്ധിച്ചിട്ടുള്ളത്. അന്നവർക്ക് കൊടും ചൂടിൽ നിന്നോ കൊടും തണുപ്പിൽ നിന്നോ രക്ഷ നേടാൻ ഇന്ന് നമുക്കുള്ളത് പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനോടൊരു നന്ദിയുള്ള ദാസനാവണ്ടയോ എന്ന ആ മറുപടി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് നൽകിയത്. അപ്പം നാം എത്ര കണ്ട് റബ്ബിലേക്ക് അടുക്കണം, എത്ര കണ്ട് സുന്നത്തുകൾ നാം മുറുകെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നാം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് ദീനിയായിട്ട് മാറുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ വെറുതെ ഖബറിൻ്റെ അടുക്കൽ കുറച്ച് സമയം നിന്നു മനസ്സിൽ അല്ലെങ്കിൽ നാവ് കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ അല്ല. ഇതേപോലെയുള്ള മണ്ണിലേക്ക്, ഇതേപോലെയുള്ള കാട്ടിലേക്ക്, ഒരു കുഴിയിൻ്റെ ഉള്ളിലേക്ക് നാളെ ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആയിരിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നലെ ഒരു മൗലവി മരണപ്പെട്ടവരും നിങ്ങൾക്കറിയാം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 46 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമും കൂടിയാണ്. സഹോദരങ്ങളെ, തലേ ദിവസം അദ്ദേഹം മീനും വാങ്ങി പോയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം വിചാരിച്ചോ പിറ്റേ ദിവസം മരിക്കുമെന്ന്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിചാരിച്ചോ? നാം വിചാരിച്ചോ? നാം അറിഞ്ഞോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. പ്രായമോ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രംഗമോ ഒരവസ്ഥയോ ഒന്നും മരണത്തെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് അവനല്ലാതെ അറിയുകയില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും മരിക്കും. നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾക്കത് തീരുമാനിക്കാൻ കഴിയില്ല. ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മഴ വർഷിക്കുന്നത്, എപ്പോഴാണ് ഖിയാമം, എവിടെ ഏത് നാട്ടിൽ വച്ചാണ് മരിക്കുന്നത്, നാളെ എന്ത് സംഭവിക്കും, ഇതൊന്നും അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. നാം മത്സരിച്ചുകൊണ്ടേ മുന്നേറിക്കൊണ്ടേയിരിക്കുക. എങ്ങോട്ട്? റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ. പൈശാചികതയും പൈശാചിക ശല്യങ്ങളും മനുഷ്യരൂപത്തിലും അല്ലാത്ത രൂപത്തിലുമെല്ലാം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ദീനിൻ്റെ ഒരു വിധി വിലക്കുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാതെ സാമ്പത്തിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും ബിസിനസ് രംഗത്തും കുടുംബ രംഗത്തും മക്കളെ നാം വളർത്തുന്ന വിഷയങ്ങളിലും മക്കൾക്ക് നാം വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലും മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിലും എല്ലാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ നാം മുറുകെ പിടിക്കുന്നവരാവുക. അള്ളാഹു അനുവദിക്കാത്ത ഒരു വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കാതിരിക്കുക. അള്ളാഹു എതിർത്തിട്ടുള്ള ഒരു മേഖലകളിലേക്കും അവരെ നാം പറഞ്ഞയക്കാതിരിക്കുക. നാം പറഞ്ഞതുപോലെ സസൂക്ഷ്മം മുഴുവൻ സമയങ്ങളിലും നാം അവരെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ എല്ലാ മേഖലകളും തീർച്ചയായും പൂർണ്ണമായും ദീനനുസരിച്ചു കൊണ്ടായിരിക്കുക. എല്ലാത്തിനെ പറ്റിയും ഞാനും നിങ്ങളും നാളെ മരണപ്പെട്ട് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മോട് ചോദ്യം ചോദിച്ച് കൃത്യമായ മറുപടി കൊടുക്കാതെ, അള്ളാന്റെ റസൂൽ പറഞ്ഞു 3 കാര്യത്തെ പറ്റി അല്ലാതെ ബാക്കി എല്ലാത്തിനെ പറ്റിയും ചോദിക്കും. തുസ്അലൂന ഇല്ലാ മിൻ സലാസ ഖിർഖത്തിൻ കഫ ബിഹാ ഔറത്തഹു, ഔറത്ത് മറയ്ക്കാൻ ഉപയോഗിച്ച ഒരു ചെറിയ വസ്ത്രം, ഔ കിസ്റത്തിൻ സദ്ദ ബിഹാ ജൂഅഹു, അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ ഉപയോഗിച്ച ഒരു കഷ്ണം റൊട്ടി, ഔ ഹുജ്രിൻ യദ്ഖുലു ഫീഹി മിനൽ ഹർരി വൽ ഖർരി, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷകെട്ടാൻ ഉണ്ടാക്കിയ ഒരു കൊച്ചു വീട്. വലിയ വീടുണ്ടാക്കിയാൽ അതിനെപ്പറ്റിയും ചോദ്യമുണ്ട്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ അതിനെപ്പറ്റിയും ചോദ്യമുണ്ട്. ഏത് വിഷയത്തിലും നാം ഇസ്രാഫ്, അനധികൃതമായി അമിതമായി എന്തു ചെയ്തോ അതിനെപ്പറ്റി എല്ലാം ചോദ്യമുണ്ട്. അള്ളാന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, അങ്ങയ്ക്ക് വിശ്രമിക്കാനുള്ള പാകത്തിനുള്ള സൗകര്യത്തിനുള്ള ഒരു വീട്, ഒരു മസ്ജിദ് ഞങ്ങൾ നിർമ്മിച്ചു തരാം. റസൂല് പറഞ്ഞു, വേണ്ട, മൂസയ്ക്കുള്ളതുപോലെയുള്ള ഒരു ചെറിയ ടെന്റ് എനിക്കത് മതി. സഹാബികൾ പറയുന്നു, നിന്ന് കൈപൊക്കിയാൽ മേൽ മുട്ടുമായിരുന്നു. ഈ നിലയിലുള്ള ചെറിയ ഒരു കൊച്ചു കൂര കൊണ്ട് അല്ല, ഒരു കൊച്ചു മുറി കൊണ്ട്. ഹുജ്റാത്ത് എന്ന അധ്യായം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ മഹാപ്രവാചകനും കുടുംബവും ഇതേപോലെ സ്വഹാബികളും തൃപ്തിപ്പെട്ടു. അവർക്ക് ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ എന്തും അള്ളാഹു കൊടുക്കുമായിരുന്നു. പ്രവാചകൻ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു രാജാവായ നബിയാകണോ അല്ലെങ്കിൽ ഒരു നബിയാകണോ എന്നെനിക്ക് ഇഖ്തിയാർ നൽകപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാനൊരു അബ്ദും ഒരു ദാസനും ഒരു നബിയുമായ മതി എന്നാ റബ്ബിനോട് പറഞ്ഞത്. ഒരു രാജാവൊന്നും ആകേണ്ട ആവശ്യം എനിക്കില്ല. സഹോദരങ്ങളെ, നാമൊക്കെ മത്സരങ്ങൾ എന്തിനു വേണ്ടിയായി മത്സരിക്കുന്നത്? നമ്മളെ കഴിവിൻ പരമാവധി രാജാവാകാനാ. ഏതൊക്കെ നിലയിലാകാൻ പറ്റുമോ ആ നിലയിലല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയവും മരണം സംഭവിക്കാം. ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റി തിരുത്തുക. അൽഹാക്കും നിങ്ങളെ ജോലിയാക്കി കളഞ്ഞു, അത്തക്കാഥുറു നിങ്ങളുടെ പെരുമതടിക്കലും നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ അഹംഭാവവും നിങ്ങളുടെ മത്സരവും, ഹത്താ സുർത്തും അൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊണ്ട് മഹാനായ പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കി നല്ലൊരു മുസ്ലിമായി ജീവിച്ച് നല്ല മുസ്ലിമായി മരിച്ച് മുസ്ലിങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفرحوا بالحياة الدنيا من الآخرة വമൽ ഹയാത്തുദ്ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വസിച്ചവരെ, വിശ്വാസികളെ, പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു പറയുന്നു വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതം കൊണ്ട് ഭൂമിയിലുള്ള ആളുകളിൽ ബഹുഭൂരിഭാഗവും സന്തോഷിക്കുകയാണ്. എന്നാൽ വമൽ ഹയാത്തുദ്ദുനിയ, ദുനിയാവിലെ ജീവിതം ഫിൽ ആഖിറ, ആഖിറത്തിലെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഇല്ല ഖലീൽ, വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ, ഒരല്പസമയം അല്ലാതെ വേറൊന്നുമില്ല. ഈ അല്പസമയത്തിനു വേണ്ടിയാണ് ആളുകൾ സമയം ചെലവഴിക്കുന്നതും അവൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്നതും അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതും. ആഖിറവുമായി തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, ഇതൊരു ജീവിതമേ അല്ല. ആഖിറത്തിലെ ജീവിതമാണ് എന്നെന്നുമുള്ളത്, അതിനു വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. പക്ഷേ ആളുകളിൽ ഭൂരിഭാഗവും ദുനിയാവിലെ ജീവിതം കൊണ്ട് സന്തോഷിക്കുകയും മതിയാക്കുകയും ചെയ്യുന്നു എന്ന ഒരു ദുരവസ്ഥയാണ് അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? നാം അതിൽ പെടാതിരിക്കാനും ഐഹിക ലോകം കൊണ്ട് സുഖിക്കാതിരിക്കാനും ആഖിറത്തിനു വേണ്ടി സമ്പാദിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു മുന്നറിയിപ്പ് മോശം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ് നാം അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നേരം വെളുത്തപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച ഒരു സംഭവം നമുക്ക് ഹദീസുകൾ കാണാം. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലൻ യാ ബിലാൽ ബിമ സബഖ്തനി ഇലൽ ജന്ന, ബിലാലെ എന്ത് കാര്യം ചെയ്താണ് സ്വർഗത്തിൽ നീ എന്നേക്കാൾ മുമ്പ് പ്രവേശിച്ചതായി ഞാൻ കാണാൻ കാരണം? മാ ദഖൽതുൽ ജന്ന ഖത്തു, ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. ഇല്ലാ സമിഅ്തു ഖശ്ഖശതക അമാമി, എൻ്റെ മുമ്പിൽ നിന്റെ കാൽ ശബ്ദം ഞാൻ കേട്ടിട്ടല്ലാതെ. ദഖൽതുൽ ബാരിഹ, ഞാൻ ഇന്നലെ രാത്രിയും ഒന്ന് പോയി അൽ ജന്ന, സ്വർഗത്തിൽ, അതായത് സ്വപ്നത്തിൽ. ഫസമിഅ്തു, അപ്പോഴും ഞാൻ കേട്ടു ഖശ്ഖശതക അമാമി, എൻ്റെ മുമ്പിലായി നിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഫഖാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, മാ അദ്ദൻതു ഖത്തു, നബിയെ ഒരിക്കലും ഞാൻ ബാങ്ക് വിളിച്ചിട്ടില്ല. ഇല്ലാ സ്വല്ലൈതു റകഅതൈനി, കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ. വമാ അസാബനി ഹദസുൻ, എനിക്കൊരിക്കലും വളു നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ലാ തവല്ലതു ഇൻദഹ, വളു മുറിഞ്ഞാൽ നഷ്ടപ്പെട്ടാൽ ഉടനെ ഞാൻ വളു ചെയ്തിട്ടല്ലാതെയും. വറഅയ്തു അന്ന ലില്ലാഹി അലയ്യ റകഅതൈൻ, വളു എടുത്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്, വളുവിന് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കരിക്കുക എന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ അന്ന് മുതൽ എപ്പോഴെല്ലാം വളു മുറിയുന്നോ വളു എടുത്തതിന് ശേഷം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. എപ്പോഴെല്ലാം ഞാൻ ബാങ്ക് വിളിക്കുന്നോ അപ്പോഴെല്ലാം ശേഷം ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. ഈ ഒരു പുണ്യമല്ലാതെ പ്രവാചകരെ കൂടുതലായി ഞാൻ ഒന്നും ചെയ്യാറില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫഖാല, തങ്ങൾ പറഞ്ഞു, ബിഹിമ, അതെ, ഈ 2 മഹാപുണ്യങ്ങൾ നീ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ എപ്പോഴും നിന്റെ ചെരുപ്പ് ശബ്ദം ഞാൻ കേട്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇല്ലാത്ത വലിയ ഒരു പുണ്യകർമ്മമാണിത്. ഇതെന്തിനാണ് ഇങ്ങനെ ഹദീസുകളിൽ വന്നതും അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചതും
പിന്നീട് അത് രേഖപ്പെടുത്തി വച്ചത് എന്തിനാണ്? ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. എപ്പോഴെല്ലാം വുളു നഷ്ടപ്പെടുന്നു അപ്പോഴെല്ലാം എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴെല്ലാം വുളു എടുക്കുന്നു വുളുവിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. മഹാപുണ്യം നിറഞ്ഞൊരു കാര്യമാണ്. കഴിയുന്നവരെല്ലാം ചെയ്യുക. ഇതേപോലെ സ്വർഗപ്രവേശനത്തിനുള്ള ചാൻസായ ഒരു അമലാണിത്. അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഇസ്തിഖാമത്തും നൽകട്ടെ. ലോകത്ത് എല്ലാ ഭാഗത്തും